ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ നല്ലുക്കിച്ചൊരു പുതിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ പാലക്കാട് വരെ പോവുകയാണ്. മോക്ക് ജെയിൻ്റെ എക്സാം ഉണ്ട് കേട്ടോ, അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആളിതാ നൂലൊളിക്കണത് എന്തിനാണെന്ന് അറിയാം. അവന് ആദ്യം ഞാനൊരു പാൻറ്റും കുപ്പായിട്ട് ഇട്ട് കൊടുത്തിരുന്നത്. അത് മുറ്റത്ത് ഇറങ്ങി മണ്ടി കളിച്ച് വീണതിൽ ആകെ ചളിയായി. അപ്പോൾ അത് ഊരി വെച്ചിന് അവൻ അതന്നെ വേണമെന്ന് പറഞ്ഞങ്ങാണ്ട് വാശി പിടിച്ച് നൂലൊളിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തില്ല, നിറച്ച് ചളിയായിക്കണം കേട്ടോ ആ പൊടി മണ്ണിൽ വീണിട്ട്. പിന്നെ ഞാനിതാ ദൂരം വഴിക്ക് പോവുകയാണെങ്കിൽ അവനില്ല ഫുഡ് ഞാൻ കൊണ്ടുപോകും കേട്ടോ. കാരണം അവന് ഹോട്ടലിലെ ഫുഡ് കഴിച്ചാൽ രാത്രിയായ ഭയങ്കര അസ്വസ്ഥതയും രാവിലെ അതിൻ്റെയൊക്കെ ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അവനുള്ള ഫുഡ് ഞങ്ങൾ ദൂരം വഴിക്ക് പോവുകയാണെങ്കിൽ അവനെന്നും ഞാൻ വണ്ടിയിൽ വെക്കും കേട്ടോ. അങ്ങനെ പിന്നെയും വീണ്ടും ആൾ നല്ല നൊലോളിയിലാണ്, അവൻ ആ ഡ്രസ്സ് തന്നെ വേണമെന്ന് പറഞ്ഞങ്ങാണ്ട്. അപ്പോൾ വാപ്പ അവിടെ ഊഞ്ഞാൽ കിടന്ന് ആടുന്നുണ്ട്, അത് നോക്കിയിട്ടാണ് കേട്ടോ നൊലോളിക്കണത്. പിന്നെ അതാ ഞാൻ അവന് ദൂരം വഴിക്ക് പോകുമ്പോൾ അതേപോലെ 2-3 ലിറ്റർ വെള്ളം എടുക്കും കേട്ടോ കുപ്പിയിൽ. കാരണം എന്താ വെച്ചാൽ അവൻ ഈ ഫ്രൂട്ട്സും മുട്ടായി ഓരോന്നും ഇങ്ങനെ വണ്ടിയിൽ നിന്ന് കഴിച്ചിട്ട് അവൻ്റെ ചെറിയിലും കയ്യുമൊക്കെ പിന്നെ ആകതാവും. അപ്പോൾ അത് തുടക്കാൻ വേണ്ടി കണ്ടും കഴുകാൻ വേണ്ടി കണ്ടു പറഞ്ഞിട്ട് ഞാൻ വെള്ളം എടുക്കുന്നത്. പിന്നെ അതാ ഞങ്ങൾ വണ്ടി കയറി അങ്ങനെ പോയി ഇങ്ങോട്ട് നിൽക്കണ്ട. അപ്പൊക്ക് ആള് സ്പ്രേ അടിക്കണം പറഞ്ഞങ്ങാണ്ട് വന്നിട്ട് എൻ്റെ കയ്യിൽ സ്പ്രേ വേണോ എന്ന് പറഞ്ഞങ്ങാണ്ട് വീട്ടിലടിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ വന്നില്ല. അപ്പോൾ വണ്ടിയിലത്തെ സ്പ്രേ കണ്ടപ്പോൾ അത് അടിക്കണം എന്ന് പറഞ്ഞങ്ങാണ്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ മണത്ത് നോക്കണം, നല്ല സ്മെല്ലുണ്ട് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇതാ മൂത്ത ആൾ വിളിച്ചു, കാരണം അവൻ ബാംഗ്ലൂരാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ വണ്ടി അവിടെ തട്ടിയിരിക്കണേ. അപ്പോൾ അവർ പൈസ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്, അവർക്ക് കൂടുതൽ പരിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട്. അപ്പം എന്നാൽ കൊടുത്ത് ഒഴിവാക്കുക എന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങനെ അതിൻ്റെ സംസാരിച്ച് അങ്ങനെ പോവുമായിരുന്നു കേട്ടോ. പിന്നെ അത് ഞാൻ വണ്ടിക്ക് കുറച്ച് ചോളോന് പീങ്ങി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിങ്ങാണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് കഴിക്ക് വേണമെന്നാണ് പറയണത്. അപ്പോൾ അവള് കൊടുക്കൂല എന്നും പറഞ്ഞ് അങ്ങനെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനം അവൾ ഓരോന്ന് കൊടുത്ത് അങ്ങനെ അവന് ഫോണും കൊടുത്തപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് അവൾ കൊടുക്കണത് അങ്ങനെ കഴിക്കണുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഓരോന്ന് കൊടുത്തുങ്ങാണ്ട് ഞങ്ങളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മണ്ണാർക്കാട് എത്തിയിട്ടോ ഞങ്ങൾ. മണ്ണാർക്കാട് ഗ്യാസ് കഴിഞ്ഞിട്ട് ഒരാഴ്ചത്തോളമായിട്ടോ. കറണ്ട് അടുപ്പുമാണ് ഇപ്പോൾ ഫുള്ള് പണിയെടുക്കണത് കേട്ടോ. കാരണം എല്ലാ പാത്രങ്ങളാണെങ്കിലും കറണ്ട് അടുപ്പുമ്പോൾ വർക്ക് ചെയ്യൂല. അപ്പോൾ അവിടെ കയറി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും അവരെ വാപ്പയും കൂടെ അതിൻ്റെ ഉള്ളിൽ കയറിയതാണ് കേട്ടോ. ഇന്ത്യൻ്റെ ഗ്യാസ് കുറ്റിയാണ്. അവിടെ പോയി അതൊക്കെ ബുക്ക് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു കേട്ടോ. പിന്നെ പാലക്കാട് എത്താൻ നേരത്ത് മോക്ക് അക്ഷയയിൽ ഇറങ്ങണം, കുറച്ച് പ്രിൻ്റ് എടുക്കാനും പിന്നെ ഫോട്ടോത്തിൻ്റെ 2 കോപ്പി എടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവന് ഫോണുകൊണ്ട് നല്ല കളിയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഫോൺ റിങ് ചെയ്തപ്പോൾ ഞാനത് കൊണ്ടാ പറഞ്ഞിട്ട് അതിൻ്റെ കൈക്ക് തരാം, സമ്മതമൊന്നും ഇല്ല കേട്ടോ അവനത് തരാൻ. കാരണം അവൻ കളിച്ചും കൊണ്ട് ഇരിക്കണതിൻ്റെ അടിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിക്കല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം കേട്ടോ സീറ്റുമ്പോൾ കടിച്ചുങ്ങാണ്ട് അവൻ കാണിച്ചത്. അപ്പോൾ അത് അവളേറ്റ് വഴക്കൂടാണ് കേട്ടോ. പിന്നെ അവളേറ്റ് കൊത്തിരി ആട്ടാൻ പോണ ഇതാണ്. രണ്ടുപേരും വണ്ടി കയറിയത് തന്നെയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തച്ചിട്ടും കുത്തിയിട്ടും തൊയിലെന്ന് പറഞ്ഞത് വണ്ടി പോകുമ്പോൾ രണ്ടാളും തരൂല. അങ്ങോട്ട് കുറേ ചിറി കൊണ്ട് കാട്ടിയിട്ടോ അതാവും, അങ്ങോട്ട് കുറേ ചിറി കൊണ്ട് കാട്ടിയിട്ട് അങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതാ അവളെ എക്സാം ഹാളിൻ്റെ അവിടെ എത്തിയിട്ടോ. അത് ഞങ്ങൾ കണ്ടുപിടിച്ച് പോകുന്നു. ഞങ്ങൾ ഒരു 1:30-2 മണിയായപ്പോൾ അവിടെ എത്തിയേക്കണം കേട്ടോ. 3 മണിക്കല്ലേ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി അതൊക്കെ കണ്ടുപിടിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് ഒരു ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോന്നു കേട്ടോ. കാരണം ഭക്ഷണം കഴിച്ചിട്ട് കയറാൻ പറഞ്ഞിട്ട്. അപ്പോൾ അവന് വന്ന പാടന്നെ സ്കൂട്ടി വേണം പറഞ്ഞങ്ങാണ്ടാണ് കേട്ടോ ചില്ലുംകുട്ടീൻ്റെ അവിടെ പോയി നിൽക്കുന്നത്. പിന്നെ അതാ ഞങ്ങൾ അവിടെ ടേബിളിൽ ഇരുന്നു കേട്ടോ. ഞാൻ സാധാ ചോറും അവള് ബിരിയാണി ആട്ടോ പറഞ്ഞത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സാധാ ചോറാട്ടോ പറഞ്ഞത്, എനിക്ക് അത് മതി പറഞ്ഞു ഞാൻ. പിന്നെ മീനില്ല കേട്ടോ, ചിക്കനും ബീഫും ഇല്ലത്. അപ്പം എനിക്ക് ഓംപ്ലേറ്റ് മതി പറഞ്ഞങ്ങാണ്ട് ഓംപ്ലേറ്റ് കൊടുക്കും. അപ്പം എൻ്റെ കയ്യിലുള്ള പപ്പടാണ് കേട്ടോ ആളടുത്ത് കഴിക്കണത്. പപ്പടം എവിടെ കണ്ടാലും ആൾ വെറുതെ വിടൂല കേട്ടോ, അത് നല്ല ഇഷ്ടമാട്ടോ ആൾക്ക്. പിന്നെ അതാ നല്ല ചിക്കൻ ബിരിയാണി കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ചിക്കൻ ബിരിയാണിക്ക്. നല്ല അതൊക്കെ കൂട്ടി അവൾ ബിരിയാണിയും കഴിച്ചു. പിന്നെ അതിൻ്റെ പുറത്ത് അവൾക്ക് എൻ്റെ ചോറും വേണമെന്നാണ് കേട്ടോ കുറച്ച് സാധാ ചോറും ഉപ്പേരിയൊക്കെ കൂട്ടിയും അത് കഴിക്കട്ടോ. പിന്നെ അതാ വണ്ടിക്കും ഒരു ഫ്രൂട്ടി കുപ്പി വാങ്ങിയിട്ടാണ് കേട്ടോ ആൾ കയറിയത്. അതും ഫുള്ള് ആൾ കുടിച്ച് തീർത്തു കേട്ടോ. ഫ്രൂട്ടി പറഞ്ഞാൽ അവൻ അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ തിരിച്ച് അവിടുന്ന് പോന്നു കേട്ടോ. പിന്നെ അത് അവളെ എക്സാം ഹാൾക്ക് വീണ്ടും തിരിച്ചിറക്കി കേട്ടോ, അവിടെ തന്നെ കൊടുന്ന് ഇറക്കിയിട്ട്. പിന്നെ ആളിതാ പോയിൻ്റെ ഊക്കിൽ ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. എന്ത് ആധാർ മറന്നു വെച്ചു അത് വേണമെന്ന് പറഞ്ഞങ്ങാണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വണ്ടിയിൽ ഇരുന്നങ്ങാണ്ട് ഭക്ഷണം കൊടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ വന്നു. പിന്നെ അവൾ പോയി, ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടോ ഇനി എന്തെങ്കിലും മറന്നു വെച്ചോന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ വാപ്പ ഫോൺ കാണുമ്പോൾ കാണണ്ടാന്ന് പറഞ്ഞങ്ങാണ്ടോ മുഖത്ത് വെക്കണം, ഓന് ഫോൺ വേണം. അപ്പം എന്നാ വാപ്പിയും കാണാതെ ഇരുന്നാൽ ഓന് സന്തോഷമാണ്. അപ്പം എന്നോട് ഫോൺ തരും ഉമ്മയെന്ന് വെച്ചങ്ങാണ്ട്, പ്ലീസ് ഉമ്മയെ ഫോൺ തരുമോന്നാട്ടോ എന്നോട് ചോദിക്കണത്. അങ്ങനെ അവൾ ഹാൾക്ക് കയറിയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു പോകുന്ന പറഞ്ഞാൽ ഞങ്ങൾ ലുലു മാൾ കയറാന്ന് വിചാരിച്ചങ്ങാണ്ട് അങ്ങനെ പോകുന്നു. 10-20 കിലോമീറ്റർ ഉണ്ട് കേട്ടോ അവിടെ. ഓള് എക്സാം എഴുതാൻ കയറിയ ഹാളിൽ നിന്ന് ഇങ്ങോട്ട്. അങ്ങനെ അതാ ഞങ്ങൾ ലുലു മാളിലെത്തി. വണ്ടി കയറി ഉടനെ ആള് സൂസും സോക്സും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. വണ്ടി കയറുമ്പോൾ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, ഓന് വെറൊരു നിക്കറൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ആൾ കയറുക. പക്ഷേ ഓന് കരുതിയ സ്ഥലത്ത് ഇറങ്ങുകയാണെങ്കിൽ ആളെ എല്ലാതും ഇടും. അങ്ങനെ അതാ ഞങ്ങൾ ലുലു മാളിൽ ചെന്ന് കുറേ ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വിഷുവൊക്കെ ആയിട്ട് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ആ സാധനങ്ങളൊന്നും തോനെയൊന്നും എടുത്തിട്ടില്ല. നമ്മൾ കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് കേട്ടോ എടുത്തിരിക്കണത്. അതെന്താ വെച്ചാൽ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളും മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെ മുന്നേ നമുക്ക് എന്തെങ്കിലും കഴിക്കുക എന്ന് പറഞ്ഞങ്ങാണ്ട് അവന്
അവന് ജെംസ് മുട്ടായി വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങി. ഞാൻ നല്ല ഇളനീർ പായസം വാങ്ങിട്ടോ. കണ്ടപ്പോൾ എനിക്ക് തോന്നി അതിലൊന്നും കടിക്കാനൊന്നുമില്ല, പക്ഷേ കൊടുന്നപ്പോൾ നല്ല ഇതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവർ വാങ്ങിയത് പിന്നെ ചിക്കൻ സൂപ്പാണ്. അപ്പോൾ ചിക്കൻ സൂപ്പും ഇതും നല്ല ടേസ്റ്റ്, പറഞ്ഞാൽ നല്ല മധുരവും നല്ലോണം ഇളനീൻ്റെ അത് കടിക്കാനും ഉണ്ട് കേട്ടോ അതിൽ. നല്ല മധുരം എന്ന് പറഞ്ഞാൽ നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഒരു സ്പൂൺ കൊടുത്തപ്പോൾ നല്ല ഓവർ മധുരമല്ല, അപ്പോൾ എനിക്ക് മതിയാറാണ്. അപ്പോൾ ഞാൻ ചിക്കൻ സൂപ്പ് ഞാനൊന്ന് കുറച്ച് കഴിച്ച് നോക്കട്ടെ ഇറങ്ങാണ്ട് ഞാനും ചിക്കൻ സൂപ്പ് കഴിക്കട്ടോ. അങ്ങനെ അത് കഴിച്ചങ്ങാണ്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിട്ടോ. ഇറങ്ങല്ല, ഞങ്ങൾ അവിടുന്ന് പിന്നെ അവൻ്റെത് കഴിച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവൻ ജെംസ് മുട്ടായും തിന്നുന്നുണ്ട്, ഫോണും കാണുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ കുറച്ച് പിന്നെ ഉണ്ട് പർച്ചേസൊക്കെ നടത്തിയത്. ഞങ്ങൾ സാധനങ്ങൾ കുറച്ച് എടുക്കേണ്ടതൊക്കെ പിന്നെ വന്നിട്ടാണ് ട്ടോ എടുത്തത്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടോ വാങ്ങിച്ചത്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് അവിടുന്ന് പോന്ന്. പിന്നെ അതാ മട്ടരി കണ്ടപ്പോൾ ആൾക്ക് മട്ടരി വേണമെന്ന് പറഞ്ഞങ്ങാണ്ട് അത് വാങ്ങിച്ചിട്ട് തേങ്ങാച്ചോറ് വെക്കാൻ. ആളൊരു തേങ്ങാച്ചോറിൻ്റെ ഒരു പ്രിയനാണ് കേട്ടോ. അപ്പം അത് എപ്പോൾ നോക്കി ഡെയിലി 2 നേരം തേങ്ങാച്ചോറ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആൾക്ക് തൃപ്പതിയാണ് കേട്ടോ അത്. പിന്നെ അത് അവന് വേണ്ട കുറച്ച് സാധനങ്ങൾ അവൻ തന്നെ വാരി വലിച്ചേക്ക് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇനി ബില്ലടിക്കുമ്പോൾ കാണാം. ഇതാ കണ്ടോ, മട്ടരി വെച്ചു, കിൻഡൽ ജോയ് വാങ്ങി, പിന്നെ ഡയറി മിൽക്ക് വാങ്ങി, പിന്നെ ഇത് ഇതാണ് മലഞ്ചാമ്പക്ക പറയും അതാണ് കേട്ടോ. പിന്നെ വാങ്ങിച്ചത് എന്താണ്, നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട്. പിന്നെ ഇപ്പം എന്താണ് ഇത്, അതൊക്കെ അവൻ്റെ സാധനങ്ങളാണ് ഓരോന്ന്, അവനില്ലാത്തതൊന്നുമില്ല. പിന്നെ അതാ പിസ്ത വാങ്ങിച്ചു ഒരു പാക്ക്, പിന്നെ ഈത്തപ്പഴം വാങ്ങിച്ചു, കിവി വാങ്ങിച്ചു, ബദാം വാങ്ങിച്ചു, പിന്നെ നമ്മൾ അത്തിപ്പഴം ഉണ്ടല്ലോ പച്ച അത്തിപ്പഴം, അതാണ് ഉണക്കിയതല്ല മറ്റേതാണ് കേട്ടോ, അത് 2 പാക്ക് വാങ്ങിച്ചു. പിന്നെ നമ്മളെ കാഷ്നട്ട് വാങ്ങിച്ചു. പിന്നെ അതാ ഇപ്പോൾ നമ്മൾ കൊണ്ട് നടന്ന ട്രോളി പുറത്തേക്ക് ഇറക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ആ ട്രോളിയിലാക്കിയിട്ടാണ് അതൊക്കെ വണ്ടിക്ക് വെച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ആള് 6 മണിയായിരുന്നു, അവൾ ഇറങ്ങേണ്ട ടൈം ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് അവളെയും കയറ്റി പോന്ന് ഞങ്ങൾ കോർണിച്ച് കഫേയിൽ ഇറങ്ങി ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ അവൾ വാങ്ങിയ കിൻഡൽ ജോയിൻ്റെ മുട്ടായി ഉണ്ടോ കാണിച്ചു തരുന്നത്. പിന്നെ ഞങ്ങൾ തിരുവേങ്ങുന്നിലെത്തി. അപ്പോൾ ഞങ്ങൾ ഓരോ ചായ കുടിക്കാൻ പറഞ്ഞങ്ങാണ്ട് അവിടെ ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോൾ നല്ല ഉറക്കല്ല ആളാണ് കേട്ടോ. അത് കേട്ടപ്പോൾ ആൾ എണീറ്റ് പോന്നു കേട്ടോ. അങ്ങനെ അവനെ എടുത്തും കൊണ്ട് ഞങ്ങൾ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ പറഞ്ഞങ്ങാണ്ട് ഇറങ്ങിട്ടോ. അപ്പം ഞാൻ കോഫി കേട്ടോ സാധാരണ കുടിക്കൽ പുറത്തിറങ്ങിയാൽ, പക്ഷെ അത് നോക്കുമ്പോൾ ഇല്ല, കോഫി ഇല്ല, ബൂസ്റ്റും സാധാ ചായയോളാണ്. അപ്പം എനിക്ക് കോഫി മതിയായിരുന്നു. കോഫിയും ഒരു ഉള്ളിവടി എടുത്തുട്ടോ ഞാൻ. വാപ്പ എന്ത് ചെയ്തു, സാധാ ചായയും പൊക്കവടി എടുത്തുട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടുന്ന് പോന്നിട്ടോ. അപ്പം അടുത്തൊരു